ഹലോ, എല്ലാവർക്കും കൊച്ചിൻ ബൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാ, എന്നാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ചിക്കൻ കോഫ്ത കറി. നിങ്ങൾ ചിലർക്ക് അറിയായിരിക്കും, എന്നാലും ഒരു വെറൈറ്റി റെസിപ്പി ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ചിക്കൻ വെച്ചിട്ട് ബോൾസ് ഉണ്ടാക്കണം. ബോൾസ് ഉണ്ടാക്കി അത് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അത് തയ്യാറാക്കുന്നത്. ആ ബോൾസ് തന്നെയും ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക, എന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കോഫ്ത കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ കോഫ്ത കറിക്ക് വേണ്ട ചിക്കൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 1 കിലോ ചിക്കൻ ഉണ്ട്. 2.5 കിലോ ഉള്ള ചിക്കൻ ഞങ്ങൾ മേടിച്ചത്. ഞാൻ ഒരു ഏകദേശം ഒരു 1.5 കിലോ ഞാൻ മാറ്റി വെച്ചു. ഇത്രയും ഇതിന്റെ കോഫ്ത കറി മതി ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ ഈ ചിക്കനിലേക്ക് ഇത്തിരി മഞ്ഞളും ഉപ്പും ചേർത്ത്, വെള്ളം ചേർക്കണ്ട, നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി ഗ്രേവിയിലൊക്കെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. അപ്പം ഇത് മഞ്ഞളും ഉപ്പ് ഇട്ടിങ്ങനെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല. ഞാൻ അങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇത് നമുക്ക് വെള്ളം ഒന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെ നമുക്ക് ഒരു വിസിൽ വരണടം വരെ മതി കേട്ടോ. കാരണം ചിക്കൻ അല്ലേ, ഒരുപാട് വേകേണ്ട ആവശ്യമില്ല. പിന്നെ ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്നൊക്കെ ഉണ്ട്, അന്നേരം ബാക്കിയെല്ലാം ശരിയായിക്കോളും. അപ്പോൾ അതേ നമുക്ക് കോഫ്ത കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് സവാള ഉള്ളി, വലിയ ഉള്ളി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ആളുണ്ട്, ഒരു അസിസ്റ്റന്റ്. ഇതിലാണെങ്കിൽ നമുക്ക് എളുപ്പം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചൊന്ന് ചെറിയ പീസാക്കി ഇടണം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ബോൾസ് ഉണ്ടാക്കാനും വേണം ഇത്, ഈ ഉള്ളി, പിന്നെ ഗ്രേവി ഉണ്ടാക്കാനും വേണം. അപ്പം ഞാനിവിടെ 3 സവാള എടുക്കണം കേട്ടോ. അതിപ്പോൾ 4 സവാളയായാലും കുഴപ്പമൊന്നുമില്ല, ഗ്രേവി ഇച്ചിരി കൂടുമെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് തയ്യാറാക്കാം. ഞാൻ ഉള്ളി ചോപ്പ് ചെയ്യാനായിട്ട് ഈ ചോപ്പറിലിട്ടു. ഇട്ടിട്ട് നമ്മൾ ഇതിങ്ങനെ ഇതിലേക്ക് ഈ ബ്ലേഡ് ഇങ്ങനെ ഒരു ഗ്രൂവ് പോലെ ഉണ്ട്, അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ അടപ്പ് വെച്ചിട്ട് ഇതിലേക്കൊന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ നമുക്കത് ഇതിന് വലിയ വിലയൊന്നുമില്ല, 500-ന് താഴെയുള്ള വിലയുള്ളൂ. വില ഞാൻ കറക്റ്റ് ഓർക്കണില്ല. ഞാനിവിടെ ഷോപ്പിൽ നിന്ന് മേടിച്ച, ഓൺലൈനായിട്ടും കിട്ടും കേട്ടോ. അപ്പം നമുക്ക് കിച്ചണിലെ അസിസ്റ്റന്റ് നമുക്ക് ധൈര്യമായിട്ട് മേടിച്ച് വയ്ക്കാവുന്ന ഒരു സംഭവം ഇത് കേട്ടോ. അപ്പൊ നമുക്ക് ഉള്ളിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമ്മള് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്ക് വേണ്ട അളവിൽ ഇനി കുറച്ചും കൂടെ ഇത് പൊടിയാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും കേട്ടോ. അപ്പൊ ഇത് ഞാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ഒക്കെ ചെയ്യാം. അപ്പൊ നമ്മളിത് ചിക്കൻ ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിച്ചാൽ ഇത്രയും വെള്ളം വന്നു കേട്ടോ. ഈ ചിക്കൻ്റെ ഈ വെള്ളം ഞാനങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്ന് മിൻസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ബോൺസ് ഉണ്ടല്ലോ, ആ ബോൺസ് മാറ്റിയിട്ട് ആ ഫ്ലഷ് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ അതിൽ എക്സസ് വന്ന ആ വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടേ. എന്നിട്ട് ആ ബോൺസ് എല്ലാം കളഞ്ഞിട്ട് ഫ്ലഷ് മാത്രമായിട്ട് എടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരുപാട് അരഞ്ഞു പോകണ്ട, തരിതരിയായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ട് ഇനി ഇതിനകത്ത് കുറച്ച് മസാല പൗഡറുകളൊക്കെ നമുക്ക് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെയുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടെ അരിഞ്ഞത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെയുള്ള പേസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ട്, പച്ചമുളക് ഞാനൊരു 2 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അത് ഞാൻ മുഴുവൻ ഇട്ട് കൊടുക്കണില്ല, ഒരു 1-1.5 പച്ചമുളക് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനിയും നമുക്ക് മസാല പൗഡറുകൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒണിയൻ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിൽ നിന്ന് കുറച്ച് ഒണിയനും കൂടി എടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാല പൗഡർ, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി ചിക്കൻ മസാലയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി വേണേൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടി ഇതിൽ ചേർത്തില്ല, ഞാൻ മറ്റേ നമ്മുടെ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പെരുംജീരകവും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിലിൽ ചെയ്യണതാണ് കൂടുതൽ നല്ലത് വെളിച്ചെണ്ണയേക്കാൾ കേട്ടോ. വെളിച്ചെണ്ണ ചെയ്തു എന്ന് വിചാരിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ച് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പം ഫ്രൈ ആക്കി വെച്ച ആ മസാല കൂട്ട് അത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട്
കുറച്ച് ജീരകം, ക്യുമിൻ സീഡ്, നല്ല ജീരകം, പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കണം, ഈ നല്ല ജീരകവും ചേർത്ത് കൊടുക്കണം. അതിലാണ് ആ മസാലയുടെ ആ നല്ല ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് ജീരകം സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ജീരകവും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അമർത്തി ഒന്ന് പൊടിക്കുന്ന പോലെ അമർത്തി ഒന്ന് തിരുമ്മി അതെല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ഇനി നമുക്കിത് നല്ല കട്ടിയായിട്ട് ബോൾസാക്കി എടുക്കണം. ദേ നല്ല ബോൾസാക്കി അമർത്തി ഇങ്ങനെ ബോൾസാക്കണം കേട്ടോ, എങ്കിലേ അത് ശരിയായിട്ട് വരുള്ളൂ. അപ്പോൾ അമർത്തി ഇങ്ങനെ ബോൾസാക്കി എടുത്ത് ദേ ഒരു 20 ബോൾസൊക്കെ. അപ്പോൾ ദേ നമ്മളെല്ലാം ബോൾസാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്നാൽ സൺഫ്ലവർ ഓയിലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓണാക്കി ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാകണം. ചൂടാകുമ്പോൾ നമുക്ക് ഈ ബോൾസ് എടുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ബോൾസൊക്കെ നമുക്ക് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മൾ ബ്രെഡ് ക്രംസ് ഒന്നും ചേർത്തിട്ടില്ല. ആ ചിക്കൻ മിൻസാക്കി ഈ മസാലകളെല്ലാം കൂടെ ചേർത്ത് ഉരുട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാനിത് വെച്ചു കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. മോളെ ഇതെടുത്തോ. മോളെ എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. അതെ എടുക്കും. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കയ്യിൽ എണ്ണ തെറിക്കരുത്. കുട്ടികളെ ഒന്നും അടുത്ത് നിർത്തി ഇത് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരുപാട് മൊരിക്കണ്ട കേട്ടോ. തീ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കാം. ഇത് ഇത്രയും തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു സ്നാക്സ് ആയിട്ട് എടുക്കാം. ഇത് 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതൊന്ന് പൊടിഞ്ഞു പോകാതെ ഒന്ന് പതുക്കെ കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കൊക്കെ മോൾക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പിയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഗുജറാത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ അമിനാൻറ്റി പറഞ്ഞു തന്നതായത്. ഐഷയുടെയും അനീസയുടെയും അമ്മ. അതാരാണെന്നും കൂടെ ഒന്ന് പറയും. നമ്മുടെ ഞങ്ങള് ഗുജറാത്തിലായിരുന്നപ്പം ആ ആന്റിയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ റെന്റി താമസിച്ചിരുന്നത്. ആന്റി എന്ത് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാലും ഫ്രഷായിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ചിക്കനോ ഫിഷിന്റെ കറികളോ ഒക്കെ ഗുജറാത്തി സ്നാക്സ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾക്ക് കൊണ്ടുതരും. ഭയങ്കര സ്നേഹമുള്ള ഒരു ആന്റി ആയിരുന്നു അമിന ആന്റി. അപ്പൊ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അമിന ആന്റി ഓർത്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി തരും. നമുക്ക് ഇത്രയൊക്കെ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ അല്ലാതെ നമുക്ക് കഴിക്കാൻ വേണം. നിനക്ക് വേണം? അയ്യോ, നമ്മൾ രുചി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇപ്പൊ തീരും. അതെ, കറിക്ക് ബാക്കി ഒന്നും ഉണ്ടാവില്ല. അതിന് ടേസ്റ്റ് നോക്കിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കറിവേപ്പില വേണമെങ്കിൽ ഇടാം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഇട്ടിട്ടില്ല, കാരണം മല്ലിയില ഇഷ്ടം പോലെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിയും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് തിരിച്ചു വരാം. ഞാനേ ഫ്രൈ ചെയ്തത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊടിയാതെ എടുത്തു വെക്കാം. ടിഷ്യൂ പേപ്പർ നിരത്തി ഇട്ടിട്ടുണ്ട് ഈ പ്ലേറ്റിൽ കേട്ടോ. അപ്പൊ എണ്ണ ഒരുപാട് വരുമല്ലോ, എണ്ണ കുടിക്കാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് ബോൾസും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഈ കൊഫ്താക്കറി ഉണ്ടാക്കാൻ കൂടുതൽ നല്ലത് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ടേസ്റ്റ് കൂടുതൽ അല്ലെങ്കിൽ മുന്തി നിൽക്കും. ഇവിടെ ബോൾസ് ഉണ്ടാക്കി വെച്ചത് ഇത്രയായിട്ട് മാറി. ഇവിടെ അജുവും മോളും ഒക്കെ എടുത്ത് ബോൾ അങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ ബാക്കി ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേവിയിലേക്ക് എല്ലാം ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ടൊമാറ്റോയും ഉള്ളി 3 ഉള്ളി 2 ടൊമാറ്റോയും ഞാൻ ആദ്യമേ 3 സവാള മാത്രമേ എടുത്തിരുന്നുള്ളൂ. അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഇട്ടു. അപ്പോൾ എനിക്ക് തോന്നി ഗ്രേവി കുറവായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ 1 ടൊമാറ്റോയും കൂടെ കട്ട് ചെയ്തിട്ടു. അങ്ങനെ ഒരു ടൊമാറ്റോ ആണോ ഒരു സവാളയും കൂടെ കട്ട് ചെയ്തിട്ടു. അപ്പോൾ അങ്ങനെ 3.5 സവാളയും 2 ടൊമാറ്റോയും കൂടെ അരച്ച പേസ്റ്റ് ആയത്. ഞാൻ ഇത്രയും കണക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് പറയണത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിത് ഇതിലേക്ക് പൊട്ടനും കിട്ടുന്നുണ്ട്. ക്യാമറ മാറ്റിപ്പിടിച്ചോ മോളൂ, ക്യാമറ മാറ്റിക്കോ. നമുക്കിതൊന്ന് നന്നായിട്ട് വഴഞ്ഞു വരണം. ഇത് നമ്മൾ പച്ചയ്ക്ക് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം, ഭയങ്കര കത്തുന്ന ഒരുമാതിരി ടേസ്റ്റ് ആയിരിക്കും, കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഉള്ളി വഴറ്റി ഉള്ളിയും
ടൊമാറ്റോയും കൂടെ വഴറ്റിയിട്ട് അത് വേണമെങ്കിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ പച്ചയ്ക്ക് അരച്ച് പേസ്റ്റ് ആക്കിയത് കാരണം ഇതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ. അങ്ങനെ എങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ഈ കോഫ്ത ബോൾസ് ഉണ്ടാക്കിയപ്പോഴേ ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ, ഞാൻ മറന്നുപോയതാണ്. അപ്പം ഞാൻ കുരുമുളക് പൊടി ഗ്രേവിയിൽ അതിനും കൂടെ ചേർക്കണുണ്ട്. അപ്പോൾ അതിൽ കുരുമുളക് പൊടി ചേർത്ത് കുഴച്ച് ബോൾസ് ഉണ്ടാക്കാം കേട്ടോ. ചേർത്തില്ല എന്ന് വെച്ചാൽ ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല, കാരണം നമ്മൾ ഗ്രേവിയിൽ നന്നായിട്ട് ചേർക്കണുണ്ട്. ഇവിടെ ഈ കറുകപ്പട്ടയൊന്നും ഒരുപാട് ചേർക്കണം ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനിവിടെ ഒരു കഷ്ണമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, നല്ല ജീരകം ഏകദേശം എത്ര വേണം അമ്മ? നല്ല ജീരകം ഒരു അര ടീസ്പൂൺ, പെരിഞ്ജീരകം, അതൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരളവൊന്നുമില്ല, നമുക്ക് കുറച്ച് ചേർക്കാം. അപ്പം നമ്മളെ കോഫ്ത ബോൾസിൽ നമ്മൾ കുരുമുളക് ചേർത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഇത്തിരി നന്നായിട്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൽ മറന്നുപോയ കുരുമുളക് പൊടി ഇത് ചേർക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും എരിവൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള ആ രീതിയിൽ എരിവ് കുരുമുളക് പൊടിയാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും ഒക്കെ ചേർക്കാവുള്ളൂ കേട്ടോ. ഇത് ഞങ്ങളുടെ എരിവിനനുസരിച്ച് ഇത്തിരി നല്ലോണം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെ നന്നായിട്ടൊന്ന് കണ്ടല്ലോ, കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. എണ്ണ ഇത്തിരി നല്ലോണം ഇങ്ങനെ തെളിഞ്ഞു വരണം, അതാണ് കറിയുടെ കറക്റ്റ് പാകം. എണ്ണ ചേർക്കാനുണ്ട് കേട്ടോ. എന്താണ് ഇൻഗ്രീഡിയൻറ്റ്? അത് നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഒഴിക്കാം അല്ലേ? ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷേ നമ്മളിവിടെ ഫ്രഷ് ക്രീം ഒഴിക്കുന്നില്ല, തൈര് ഒഴിച്ചിട്ട്. പുളിയുള്ള തൈരാണോ? പുളിയില്ലാത്ത തൈര്, നമ്മുടെ യോഗട്ട്. ഞാനിപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് നല്ലോണം വെള്ളം ഒഴിക്കണം. അതിന് നമ്മളിവിടെ ചിക്കൻ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടില്ലേ, നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത ചിക്കൻ അല്ലേ, വേവിച്ച ബാക്കി ഒന്ന്. അപ്പോൾ നമ്മൾ ആ സ്റ്റോക്ക് മുഴുവൻ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു കൺസിസ്റ്റൻസിൽ. കരിവേപ്പില അങ്ങനെ ഇടലില്ല, പക്ഷെ ഞാൻ ഇത്തിരി ഇടുന്നുണ്ട്. ഈ കരിവേപ്പിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കരിവേപ്പില ഇടുന്നുണ്ട്, അതിൻ്റെ പുറത്ത് നന്നായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കും. നേരത്തെ കരിവേപ്പില ഇങ്ങനെ ഇല മാത്രം ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ ഈ കരിവേപ്പില ഞാൻ കഴുകിയല്ല വെച്ചിരിക്കുന്നത്, അതുപോലെ അടക്കി വെച്ചിരിക്കുക. ഇനി ഞാൻ കഴുകിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. സ്റ്റോക്കും കൂടെ ഞാൻ അതും കൂടെ ഒന്ന് ഒഴിക്കുക കേട്ടോ. തന്നെ കറി നന്നായിട്ട് കുറുകിയിരിക്കും അല്ലേ? നമുക്ക് ചവച്ചിട്ട് ഓരോരോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരുപാട് ഇളക്കണ്ട, നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുന്നു. ഒരുപാട് ഇളക്കണ്ട, ഇളക്കി കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് നമ്മൾ ഇച്ചിരി കറി മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലേ? ഇത് എത്ര നേരം ഇങ്ങനെ കുക്ക് ചെയ്യണമേ? ഗ്രേവി 5 മിനിറ്റ് ആ ഗ്രേവിയൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി. ഓക്കെ, അതാ ഞങ്ങൾ ഒരുപാട് മുരിക്കരുത്, ഒരുപാട് മുരിച്ചാൽ ടേസ്റ്റ് ഇല്ല. കണ്ടോ, ഇനി നമ്മളിത് പൊടിയാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഗ്രേവി എല്ലായിടത്തും വരും കണ്ടോ. അടിപൊളിയുമാണ്, എനിക്ക് ഭയങ്കര കൊതിയാവുന്നു. വേഗം കഴിക്കാൻ റെഡി ആയിട്ടില്ലേ? വേഗം കഴിക്കാൻ ഇനി ഒരു 5 മിനിറ്റത്തെ താമസമുള്ളൂ. അതെ, നമുക്കിനി ചപ്പാത്തിയും കൂടെ റെഡിയാണ്. ചപ്പാത്തി റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ ഗാർണിഷിങ്. ഞാൻ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി, പൊളി ടേസ്റ്റ്. കസൂരി മേത്തി കയ്യിലിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് അതൊന്ന് വിതറി കൊടുക്കുക. കൂട്ടാൻ റെഡിയായി കഴിഞ്ഞ് ഇതൊക്കെ കൂടെ നമ്മൾ ഇട്ടപ്പോഴേ ഒരു നോർത്ത് ഇന്ത്യൻ ഷോപ്പിലും അവിടെയൊക്കെ പോയ ഫുഡിൻ്റെ ഒരു പ്രതീക്ഷ അല്ലേ? അതെ അതെ അതെ. പിന്നെ ഇൻട്രസ്റ്റ് വേറൊക്കെ ഞാൻ അമിലാൻറ്റിയെ വറുത്തോണ്ട് ഇന്ന് ചപ്പാത്തിയുടെ കൂടെ ഈ കോഫ്താക്കറി ഞാൻ കഴിക്കും. ഇനി ചപ്പാത്തി നമുക്ക് റെഡിയാക്കാം. നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി അല്ലേ? റെഡിമെയ്ഡ് ചപ്പാത്തി, കാരണം ചപ്പാത്തിയൊക്കെ കൂടെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അതെ, വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി താമസം വരും. നമ്മൾ സാധാരണ കറി വയ്ക്കുന്നതിനേക്കാൾ അതിൻ്റെ ഇരട്ടി സമയം എടുക്കും നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും. അതെ, അപ്പോൾ അതുകൊണ്ട് റെഡിമെയ്ഡ് ചപ്പാത്തി ഒരുപാട് ഇഷ്ടമൊന്നും അല്ല, നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി തന്നെ ഇഷ്ടം. പക്ഷേ എന്നാലും ഇന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ചപ്പാത്തി എടുക്കുക. അപ്പോൾ നമുക്ക് ചപ്പാത്തി പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് കോഫ്ത കറിയുടെ കൂടെ കഴിക്കാം.
അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പം എല്ലാവർക്കും അമ്മ ഒരു ചാച്ച. അപ്പൊ എല്ലാവരും കോഫ്താക്കറി കണ്ടല്ലോ, ഒന്നും കൂടെ ഒന്ന് കാണിച്ചു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇല്ലേ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമന്റ്സിലൂടെ പറയണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അധികം വൈകാതെ തന്നെ കാണാം.